ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് KCBA ബൈ ട്രാൻസ്ഫർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കോഡ് എന്ന് മനസ്സിലാക്കി 225/2023. അതിനകത്തുള്ള 225/2020 അതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമുക്കറിയാം നമ്മളുടെ സിലബസിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അവർ ഇൻവേർട്ടേഴ്സിനെ പറ്റിയിട്ട് എയുടെ സിലബസിൽ ഉണ്ടാവും. സോ ഇൻവേർട്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ഇൻവേർട്ടേഴ്സ് നമുക്ക് 3 ഫേസ് ഇൻവേർട്ടേഴ്സ് ആണ്. ഇതിനകത്ത് 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡ് ഉണ്ട്, 120 ഡിഗ്രി കണ്ടക്ഷൻ മോഡ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഫോർ എ 3 ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടർ ഓപ്പറേറ്റിംഗ് ഇൻ 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡ്. അവർ പറഞ്ഞിരിക്കുന്നത് കണ്ടക്ഷൻ മോഡ് 180 ഡിഗ്രി ആണ്. എ മാക്സിമം ഓഫ് എത്ര സ്വിച്ചസ്, എത്ര പവർ സ്വിച്ചസ് കണ്ടക്ട് ചെയ്യും എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മളത് ജസ്റ്റ് ഈ ഒരു ഫിഗർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളൊരു 3 ഫേസ് ഇൻവെർട്ടർ ആണ്. ബാക്കി ഡയോഡ്സ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് അതിന്റെ സ്വിച്ചസ് മാത്രം 1, 3, 5, 2, 4, 6. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈ സെയിം ലെവൽ ഇത് ഞാൻ എടുക്കുകയാണ്, എ ഫേസ് എടുക്കുകയാണ്, ഇത് ബി ഫേസ് എടുക്കുകയാണ്, ഇത് സി ഫേസ് എടുക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഫസ്റ്റ് കേസ് എങ്ങനെ ആയിരിക്കും, എന്താണ് ഈ 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഫേസ് ഉള്ള ടൈറിസ്റ്റർ അല്ലെങ്കിൽ എ ഫേസിലുള്ള സ്വിച്ച് എന്തായിരിക്കും വരിക, 1 അല്ലെ. 1 എന്ന് പറയുന്ന സ്വിച്ച് ഇറ്റ് കണ്ടക്ട്സ് ഫോർ 180 ഡിഗ്രി. അടുത്തെന്തായിരിക്കും വരിക, 180 ഡിഗ്രി കണ്ടക്ട് ചെയ്തതിനു ശേഷം അടുത്ത സ്വിച്ച് എന്തായിരിക്കും വരിക, സ്വിച്ച് നമ്പർ 4 അല്ലെങ്കിൽ ടൈറിസ്റ്റ് നമ്പർ 4 എന്തായിരിക്കും വരിക, ഇറ്റ് കണ്ടക്ട്സ് ഫോർ അനദർ 180 ഡിഗ്രി. അപ്പം അതായത് ഈ S1 ഈ എന്തായിരിക്കും വരിക, 1ഉം 4ഉം അതായത് സെയിം ഫേസിലുള്ള സ്വിച്ചസ് ഇറ്റ് വിൽ കണ്ടക്ട്സ് ഫോർ 180 ഡിഗ്രിയും. ഇപ്പൊ 1ഉം അങ്ങനെയാണെങ്കിൽ 1ഉം 3ഉം തമ്മിലുള്ള കണ്ടക്ഷൻ എത്രയായിരിക്കും, 120 ഡിഗ്രിയാണ്. കാര്യം നമുക്ക് വേണ്ടുള്ളത് AC സപ്ലൈ ആണ്. AC സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഷുഡ് ബി 120 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി ഫിഗർ നോക്കി കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരിക്കും, എന്താണ് T1 എന്ന് പറഞ്ഞ സ്വിച്ച് അല്ലെങ്കിൽ ടൈറിസ്റ്റർ 1 കണ്ടക്ട്സ് ഫോർ എത്രയായിരിക്കും, 180 ഡിഗ്രി. ഡിഗ്രി അല്ലേ, ടൈറിസ്റ്റർ 1 കണ്ടക്ട്സ് ഫോർ 180 ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, ടൈറിസ്റ്റർ 4 കണ്ടക്ട് ചെയ്യും, എത്രയായിരിക്കും, കണ്ടക്ട്സ് ഫോർ അനദർ 180 ഡിഗ്രി. ഇപ്പൊ T1 T4 കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കാണല്ലേ, T1 T4. അത് പിന്നെന്തായിരിക്കും, T1 T4 എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ പോലെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, T1 കണ്ടക്ട് ചെയ്ത് 120 ഡിഗ്രി കഴിയുമ്പോഴത്തേക്കായിരിക്കും ആര് കണ്ടക്ഷൻ സ്റ്റാർട്ട് ആവുന്നത്, T3യുടെ കണ്ടക്ഷൻ സ്റ്റാർട്ട് ആവണം. കണ്ടില്ലേ, അപ്പോൾ T1 കഴിഞ്ഞ് T1 കണ്ടക്ട് ചെയ്ത് 120 ഡിഗ്രി കണ്ടക്ട് ചെയ്ത് 120 ഡിഗ്രി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ T3 കണ്ടക്ഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ലെഗുകൾ അല്ലെങ്കിൽ ഫേസസ് പരസ്പരം തമ്മിലുള്ള കണ്ടക്ഷൻ, പരസ്പരമുള്ള സ്വിച്ചസിന്റെ കണ്ടക്ഷൻ എങ്ങനെയായിരിക്കും, 120 ഡിഗ്രിയും സെയിം ടൈറിസ്റ്റേഴ്സ് അല്ലെ, സെയിം സ്വിച്ചിലുള്ള അല്ലെങ്കിൽ സെയിം ഫേസിലുള്ള ടൈറിസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും, കണ്ടക്ട്സ് ഫോർ 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി ഓരോ 60 ഡിഗ്രി കഴിയുമ്പോഴും നമുക്ക് എന്ത് നമുക്ക് പറയാൻ പറ്റും, ഈ ഓരോ 60 ഡിഗ്രി കഴിയുമ്പോഴും നമുക്ക് കമ്മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട് അല്ലെ. അതായത് നോക്കിയേ, ഇപ്പൊ നമ്മൾ ഓരോ 60 ഡിഗ്രി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഈ 60 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, 0 മുതൽ 60 ഡിഗ്രി വരെ 5ഉം 6ഉം 1ഉം ആണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തായിരിക്കും വരിക, നമുക്ക് അടുത്ത 60 മുതൽ 120 വരെ ആയിരിക്കും സ്വിച്ച് നമ്പർ 6ഉം 1ഉം 2ഉം ആണ്. അപ്പം അതായത് ഓരോ 60 ഡിഗ്രിയിലും കമ്മ്യൂട്ടേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരിക, ഒരു ഫോർ എ 3 ഫേസ് ബ്രിഡ്ജ് കൺവെർട്ടർ ഓപ്പറേറ്റിംഗ് അറ്റ് 180 ഡിഗ്രി മോഡ് മാക്സിമം ഓഫ് എത്ര സ്വിച്ചസ് കണ്ടക്ട് ചെയ്യുന്നത് ചോദിച്ചിരിക്കും. നമുക്ക് ഇവിടെ പറഞ്ഞൂടെ 5ഉം 6ഉം 1. അപ്പൊ നമുക്ക് ആൻസർ ആയിരിക്കും വരിക 3 പവർ സ്വിച്ചസ് ആർ കണ്ടക്ടിങ് സൈമൾട്ടേനിയസ്ലി. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യമുണ്ട്. ആ സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നോക്കി, ഇപ്പൊ നമ്മളിവിടെ നമുക്ക് നോക്കി നമുക്ക് മനസ്സിലാവും 5 എന്ന് പറയുന്നത് ഓക്കെ 5 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, നമ്മളുടെ പോസിറ്റീവ് ഗ്രൂപ്പ് അല്ലെ. മുകളിലുള്ള ഗ്രൂപ്പ് പോസിറ്റീവ് ഗ്രൂപ്പും താഴെയുള്ള സ്വിച്ചസ് നമ്മൾ നെഗറ്റീവ് ഗ്രൂപ്പ് നമ്മൾ പറയുന്നത്. അപ്പൊ 5 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, പോസിറ്റീവ് ഗ്രൂപ്പും 6ഉം 1ഉം എന്തായിരിക്കും വരിക, 6 നെഗറ്റീവ് ഗ്രൂപ്പ്, 1 എന്തായിരിക്കും വരിക, പോസിറ്റീവ് ഗ്രൂപ്പ്. അപ്പൊ 1ഉം 3ഉം 5ഉം പോസിറ്റീവ് ഗ്രൂപ്പും പിന്നെ എന്തായിരിക്കും വരിക, 2ഉം 4ഉം 6ഉം എന്തായിരിക്കും വരിക, നെഗറ്റീവ് ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വരിക, നോക്കി 3 സ്വിച്ചസില് 2 നമ്പേഴ്സ് ഫ്രം അല്ലെ 1ഉം 5 ഫ്രം ദ പോസിറ്റീവ് ഗ്രൂപ്പ് ആൻഡ് 1 ഫ്രം ദ നെഗറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ തിരിച്ചും പറയാം, എന്തായിരിക്കും വരിക, 2 ഫ്രം ദ നെഗറ്റീവ് ഗ്രൂപ്പും 1 ഫ്രം ദ പോസിറ്റീവ് ഗ്രൂപ്പ്. അപ്പം അതും ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടാവും. അതായത് 3 ടൈറിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ എന്തായിരിക്കും വരിക, 2 നമ്പേഴ്സ് ഓഫ് ടൈറിസ്റ്റേഴ്സ് ഫ്രം ദ അപ്പർ പോസിറ്റീവ് അല്ലെ അപ്പർ ഗ്രൂപ്പും അതിന് 1 നമ്പർ ഫ്രം ദ ലോവർ ഗ്രൂപ്പ്. അല്ലെങ്കിൽ തിരിച്ച് സംഭവിക്കാം 2 നമ്പർ ഓഫ് സ്വിച്ചസ് ഫ്രം ദ ലോവർ ഗ്രൂപ്പ് ആൻഡ് 1 ഫ്രം ദ അപ്പർ ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പം അങ്ങനെയാണ് നമുക്ക് 3 പവർ സ്വിച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അത് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, ഈ അറേഞ്ച്മെന്റും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്തായിരിക്കും വരിക, ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എക്സാമ്പിൾ ചോദിക്കുന്നത് വെച്ചാൽ ഫേസ് വോൾട്ടേജിന്റെ ഷേപ്പ് നോക്കിയേ.
ഇതാണ് ഇത് മൂന്നാണ് നമ്മുടെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് നമ്മുടെ ലൈൻ വോൾട്ടേജ് ആണ്. അപ്പോൾ ഫേസ് വോൾട്ടേജ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും 6 സ്റ്റെപ്ഡ് വേവ് ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡിന്റെ ഫേസ് വോൾട്ടേജിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 സ്റ്റെപ്ഡ് വേവ് ഫോം ആയിരിക്കും. അതിന്റെ പീക്ക് എത്ര ആയിരിക്കും വരിക? 2Vs/3 ആണ് അതിന്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈൻ വോൾട്ടേജിന്റെ ഷേപ്പ് എന്തായിരിക്കും വരിക? ലൈൻ വോൾട്ടേജിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കോസി സ്ക്വയർ വേവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. കോസി സ്ക്വയർ വേവ് ആണ് അതിന്റെ പീക്ക് എത്ര ആയിരിക്കും വരിക? Vs ആണ് അതിന്റെ പീക്കായിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളെങ്കിൽ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എത്ര സ്വിച്ചസ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായിരിക്കും ഒരു ഇൻസ്റ്റന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 സ്വിച്ചസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. 2 നമ്പേഴ്സ് ഫ്രം ദ അപ്പർ ഗ്രൂപ്പ് ആൻഡ് 1 ഫ്രം ദ ലോവർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ തിരിച്ചും വൈസ് വേഴ്സ കേട്ടോ. ഈ സെയിം സംഭവം തന്നെ 120 ഡിഗ്രി കണ്ടക്ഷൻ പറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് കണ്ടക്ട് ചെയ്യുന്ന സ്വിച്ചിന്റെ എണ്ണം 2 എണ്ണമാണ്. അത് പറയുമ്പോൾ ഒരാൾ ഫ്രം ദ പോസിറ്റീവ് ഗ്രൂപ്പും അല്ലെങ്കിൽ അപ്പർ ഗ്രൂപ്പും, ഒരാൾ ഫ്രം ദ ലോവർ ഗ്രൂപ്പും നമുക്ക് പറയാൻ പറ്റും. അതും എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. അവിടെ 120 ഡിഗ്രി കണ്ടക്ഷൻ ആകുമ്പോഴത്തേക്ക് ഈ വേവ് ഫോമിന്റെ ഷേപ്പുകൾ മാറും. ഇവിടെ നമുക്ക് ഫേസ് വോൾട്ടേജ് 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡില് ഫേസ് വോൾട്ടേജ് 6 സ്റ്റെപ്ഡ് വേവ് ഫോം ആണെങ്കിൽ അവിടെ ലൈൻ വോൾട്ടേജ് ആയിരിക്കും നമുക്ക് 6 സ്റ്റെപ്ഡ് വേവ് ഫോം വരുന്നത്. ഇവിടെ നമുക്ക് ലൈൻ വോൾട്ടേജ് ആണ് കോസി സ്ക്വയർ എങ്കിൽ അവിടെ നമുക്ക് എന്തായിരിക്കും വരിക? ഫേസ് വോൾട്ടേജ് ആയിരിക്കും കോസി സ്ക്വയർ വേവ് ആയിട്ട് കിട്ടുന്നത്. കമ്പയർ ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 66 ഇത് തിയറി പാർട്ടാണ്, പഠിക്കുക. ദി കണ്ടിന്യൂസ് ഓർ ഡിസ്കണ്ടിന്യൂസ് മോഡ് ഓഫ് കണ്ടക്ഷൻ ഓഫ് എ ചോപ്പർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഇതൊക്കെ ആയിരിക്കും വരിക. സ്വിച്ചിങ് ഫ്രീക്വൻസി ഉണ്ട്, ഡ്യൂട്ടി റേഷ്യോ ഉണ്ട്, ഇൻഡക്ടൻസ് ആൻഡ് റെസിസ്റ്റൻസ് വാല്യൂസ് ഉണ്ട്. ഓൾ ഓഫ് ദീസ് ഉണ്ട്. ആൻസർ എന്തായിരിക്കും വരിക? ദി കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് മോഡ് ഓഫ് കണ്ടക്ഷൻ ഓഫ് എ ചോപ്പർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഈ 3 കാര്യങ്ങൾ നമുക്ക് ആൻസർ ആയിട്ട് വരും. സോ ആൻസർ ഡി, ഓൾ ദ അബോവ് ആയിരിക്കും ആൻസർ. ഓക്കെ, ഡ്യൂട്ടി റേഷ്യോ നമുക്കറിയാം എന്തായിരിക്കും വരിക? ഡ്യൂട്ടി റേഷ്യോ ഡി ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ആൽഫ വെച്ചിട്ടൊക്കെ നമ്മൾ റെപ്രസെന്റ് ടി ഓൺ ബൈ അല്ലെ, ടി ഓൺ ബൈ ടി ആണ് ഡ്യൂട്ടി റേഷ്യോ എന്ന് പറയുന്നത്. ഡ്യൂട്ടി റേഷ്യോ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ഉണ്ട് അല്ലെ, വി നോട്ട് ഈസ് ഈക്വൽ ടു വി നോട്ട് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആകുമ്പോൾ, സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആകുമ്പോഴത്തേക്ക് ഇത് എന്തായിരിക്കും വരിക? വി നോട്ട് ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു വി എസ് എന്ന് പറയും. പിന്നെന്താ, സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ് ഇത് സംഭവിക്കും. ഇത് സ്റ്റെപ്പ് ഡൗൺ ആണ് കേട്ടോ, സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ സ്റ്റെപ്പ് അപ്പ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? വി നോട്ട് ഈസ് ഈക്വൽ ടു വി എസ് ഡിവൈഡ് ബൈ 1 മൈനസ് ഡി എന്ന് പറയും. ഓക്കെ, അതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം. ഇത് ഓർത്ത് വയ്ക്കുക, ഇതൊരു തിയറി പാർട്ടായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഫോർ ആൻ ഐഡിയൽ ഓപ്പ് ആംപ് വിച്ച് ഓഫ് ദിസ് നോട്ട് ആപ്ലിക്കബിൾ. ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇൻഫിനിറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് കറക്റ്റ് ആണ്, ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് കറക്റ്റ് ആണ്, ഇൻഫിനിറ്റ് CMMR വളരെ കറക്റ്റ് ആണ്. പക്ഷേ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 ആണ്, ഇൻഫിനിറ്റ് അല്ല. സോ ഇതായിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ചത് നോട്ട് ആപ്ലിക്കബിൾ ആരായിരിക്കും വരിക? ഒപ്പാമിന്റെ ഐഡിയൽ ഒപ്പാമിന്റെ ആരാ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇതായിരിക്കും വരിക. ഔട്ട്പുട്ട് ഇംപെഡൻസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇൻപുട്ട് ഇംപെഡൻസ് ഇൻഫിനിറ്റിയും ഔട്ട്പുട്ട് ഇംപെഡൻസ് 0 ആയിരിക്കും വരിക. The maximum frequency of operation of an op-amp without this distortion is decided by ആരായിരിക്കും വരിക? സ്ലൂ റേറ്റ് ആണ്. സോ 68B ആയിരിക്കും ആൻസർ വരുന്നത്. സ്ലൂ റേറ്റിന്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. സ്ലൂ റേറ്റ് ഈസ് ഈക്വൽ ടു 2πf ഇൻറ്റു ബി മാക്സ് ആണ് നമ്മളുടെ സ്ലൂ റേറ്റിന്റെ ഇക്വേഷൻ പറയുന്നത്. യൂണിറ്റ് ഓഫ് സ്ലൂ റേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. സ്ലൂ റേറ്റ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചോദിക്കാം. ചിലപ്പോൾ ഒരു സ്ലൂ റേറ്റ് ഡയറക്റ്റ് വന്നിട്ട് വോൾട്ട് മാക്സിമം വോൾട്ട് കണ്ടുപിടിക്കാൻ പറയാം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത നോക്കിയാൽ ഒപ്പാമ്പ് ഓപ്പറേറ്റിംഗ് അറ്റ് ഹൈലി ഇലക്ട്രോമാഗ്നറ്റിക്കലി നോയ്സ് എൻവയോൺമെന്റ് ഷുഡ് ഹാവ് എന്തായിരിക്കും വരിക? ഹൈ CMMR ആണ്. നമുക്കറിയാം CMRR എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അതായത് കോമൺ മോഡ് സിഗ്നൽ അല്ലെങ്കിൽ നോയ്സ് സിഗ്നലിനെ റിജക്ട് ചെയ്യാനുള്ള ഒപ്പാമ്പിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ നോയ്സിനെ റിജക്ട് ചെയ്യാനുള്ള ഒപ്പാമ്പിന്റെ കഴിവിനെയാണ് നമ്മൾ CMRR എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ ഒപ്പാം ആണെങ്കിൽ CMMR എന്തായിരിക്കും വരിക? CMRR ഷുഡ് ബി ഇൻഫിനിറ്റ് ആണ്. പ്രാക്ടിക്കൽ കേസ് എന്തായിരിക്കും വരിക? അതിന്റെ വാല്യൂ ഹൈ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവർ ചോദിച്ചിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അറിയാലോ, PMMC പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ, അതിന് നമ്മൾ എന്തായിരിക്കും വരിക? യൂസ് ഫോർ ദ മെഷർമെന്റ് ഓഫ് DC ഓൺലി കറക്റ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും വരിക? PMMC DC മെഷർമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എന്തായിരിക്കും വരിക? ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഇതായിരിക്കും വരിക AC ഫോർ ദ മെഷർമെന്റ് ഓഫ് AC. ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും വരിക? ബോത്ത് AC ആൻഡ് DC ആണ്. ഇലക്ട്രോ ഡൈനമോമീറ്ററും റെക്ടിഫയറും എല്ലാം നമുക്ക് എന്ത് ചെയ്തിട്ട് നമുക്ക് ബോത്ത് AC ആൻഡ് DC നമുക്ക് പറയാൻ പറ്റും. പിന്നെ അവസാനം ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മൂവിംഗ് കോയിൽ കണക്റ്റഡ് ത്രൂ എ കറണ്ട് ട്രാൻസ്ഫോമർ. കറണ്ട് ട്രാൻസ്ഫോമർ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ എന്തായിരിക്കും വരിക? കറണ്ട് DCയിൽ നമുക്ക് CT നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായിരിക്കും അവിടെ നമുക്ക് AC മെഷർമെന്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതവര് മോഡിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ
എന്തായിരിക്കും വരിക, ഡി സി മെഷർമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താ റെക്ടിഫയർ ടൈപ്പ് ബോത്ത് എ സി ആൻഡ് ഡി സി അല്ലെ. പിന്നെന്താ നമ്മളുടെ ഇലക്ട്രോ ഡൈനമോമീറ്റർ, അതും ബോത്ത് എ സി ആൻഡ് ഡി സി. മൂവിംഗ് കോയിൽ മാത്രമാണെങ്കിൽ നമുക്ക് ഡി സി എന്ന് പറയാൻ പറ്റും, പക്ഷെ മൂവിംഗ് കോയിൽ കണക്ടഡ് ത്രൂ എ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നുണ്ട്. സോ എ സി മെഷർമെന്റ് ഓഫ് എ സി പവർ ആണ് എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, വൺ സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട് 2 ആംപിയർ ഫോർ 5 hours make 460 revolutions. Meter constant is 400. The power factor. Meter constant K is equal to എന്തായിരിക്കും വരിക, revolutions per kilowatt hour ആണ് നമുക്കറിയാം. Meter constant K is equal to revolutions per kilowatt hour ആണ്. That is equal to revolutions per kilowatt എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു cos phi divided by 1000. അപ്പൊ നമുക്ക് 30 കിലോവാട്ട് ആയി അല്ലെ. ഇൻറ്റു ടൈം നമുക്ക് തന്നിരിക്കുന്നത് 5 hours-ലാണ്. 5 നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മീറ്റർ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, 400 തന്നിട്ടുണ്ട്. K is equal to 400. That is equal to revolutions എത്ര തന്നിട്ടുണ്ട് നമുക്ക്, 460 revolutions തന്നിട്ടുണ്ട്. 460 divided by വോൾട്ടേജ് എത്ര ആയിരിക്കും വരിക, വോൾട്ടേജ് 230 വോൾട്ട്. കറണ്ട് എത്ര തന്നിരിക്കുന്നത്, 2 ആംപിയർ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പവർ ഫാക്ടർ ആണ്, cos phi. cos phi കണ്ടുപിടിക്കണം അല്ലെ. cos phi divided by 1000 into 5. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, നമുക്ക് cos phi is equal to d is equal to നമുക്ക് cos phi is equal to 0.5 കിട്ടണം. ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. cos phi is equal to 0.5 ഇമ്പോർട്ടൻ്റ് ആണ്. 2 wattmeter method is used for the measurement of power in a balanced three-phase load. One of the wattmeter reads half of the other. Both then the power factor of the load is. ഒന്നുകിൽ നമുക്ക് ആ ടേബിൾ പഠിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ, എങ്ങനെ അടിക്കും വരിക, 2 വാട്ട്മീറ്ററിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. പവർ ഫാക്ടർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, phi is equal to tan inverse of അല്ലെ √3 into W1 minus W2 divided by W1 plus W. ഇങ്ങനെ എടുക്കാം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, 1 വാട്ട്മീറ്റർ അതായത് നമുക്ക് 5 കിട്ടും. ആ 5യുടെ നമ്മൾ കൊസൈൻ എടുക്കുമ്പോൾ നമുക്ക് cos 5 കിട്ടും. അങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ആ സ്റ്റാൻഡേർഡ് ടേബിൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉണ്ടല്ലോ, അതായിരിക്കും നമ്മൾ കോസ് യൂണിറ്റി പവർ ഫാക്ടർ 30 ഡിഗ്രി ആവുന്ന പവർ ഫാക്ടർ ആംഗിൾ 30 ഡിഗ്രി ആകുമ്പോൾ പവർ ഫാക്ടർ ആംഗിൾ 60 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് വരുന്ന ഒബ്സർവേഷൻ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ W1 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, അവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് വൺ ഓഫ് ദ വാട്ട്മീറ്റർ റീഡ്സ് ഹാഫ് ഓഫ് ദി അതർ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും W2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, W1/2 ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ 5 കിട്ടും. 5 കിട്ടുമ്പോൾ 5യുടെ കോസ് എടുക്കുമ്പോൾ നമുക്ക് പവർ ഫാക്ടർ കിട്ടും. ഇപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും, 0.866 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരും. ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡയറക്റ്റ് നിങ്ങൾ ആ ടേബിൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇസ് മെയ്ഡ് ഇൻ ഡി സി അമ്മീറ്റർ അല്ലെ. അമ്മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇസ് കൺവേർട്ടഡ് ഇൻ ഡി സി അമ്മീറ്റർ, അതായത് റേഞ്ച് എക്സ്റ്റൻഷൻ ആണ്. ഇങ്ങനെ ആയിരിക്കും വരിക, ബൈ കണക്ടിങ് അല്ലെ ലോ റെസിസ്റ്റൻസ് അക്രോസ് ദ മീറ്റർ. സോ ലോ ഷണ്ട് അക്രോസ് ദ മീറ്റർ എന്ന് പറയാൻ പറ്റും. ആ ഷണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും വരിക, RSH is equal to RM divided by M-1 ആണ്. വേറെ M is equal to എന്തായിരിക്കും വരിക, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട റേഞ്ച് IM എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, നമ്മളെ മീറ്റർ എടുക്കാം. M is equal to I/IM എന്ന് പറയാൻ പറ്റും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സിസ്റ്റം വിത്ത് x of t and y of t is defined by the input output relation. Y of t is equal to തന്നിരിക്കുന്നത്, y of t is equal to ഇന്റഗ്രൽ ഫ്രം -∞ മുതൽ -4t വരെ x of tau d. അയാൾ കോസൽ ആണോ ടൈം വേരിയന്റ് ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ ഈ ടൈം എന്ന് പറയുന്ന ടൈം അല്ലെ x of t-യില് ടൈമിനെ നമ്മൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇതായിരിക്കും വരിക, ടൈം വേരിയന്റ് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഞാനിപ്പം y of t is equal to x of 3t എടുക്കുകയാണ്. y of t is equal to x of 3t എടുക്കുമ്പോഴത്തേക്ക് സംഭവിച്ചു, ഞാൻ ആ ടൈമിന് സ്കെയിൽ ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും വരിക, അവിടെ നമുക്ക് എന്തായിരിക്കും വരിക, ടൈമിന് സ്കെയിൽ ചെയ്തുകൊണ്ട് നമുക്കായിരിക്കും അത് ടൈം അനുസരിച്ച് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്തുകൊണ്ടിരിക്കും. therefore it is called a time variant system നമുക്ക് പറയാൻ പറ്റും. സോ അപ്പൊ നമ്മൾ ടൈമിന് നമ്മൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, അത് ടൈം വേരിയന്റ് ആണ്. ഫോർ എക്സാമ്പിൾ y of t is equal to x of -t. അവിടെ എന്തായിരിക്കും നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി -t എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് ആണ്. -1 വെച്ച് നമ്മൾ സ്കെയിൽ ചെയ്യണം. അപ്പൊ എന്തായിരിക്കും വെറൈറ്റി ഈസ് ആൾസോ ടൈം വേരിയന്റ് ആണ്. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കിയാൽ y of ഇപ്പം ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും y of t is equal to x of 2n. 2n ആണെങ്കിൽ സംഭവിക്കും നമുക്ക്
ടൈം എന്തായിരിക്കും അവിടെ നമുക്ക് സ്കെയിലിംഗ് ആണ്, ടൈം വേരിയന്റ് സിസ്റ്റം നമുക്ക് പറയാൻ പറ്റും. പകരം y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി മൈനസ് ടു ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് പ്യുവർ ഷിഫ്റ്റിംഗ് ആണ്. ഇത് പ്യുവർ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ആണ്. ഈ പ്യുവർ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ടൈം ഇൻവേരിയന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇത് കുറച്ച് റിസൾട്ട്സ് ഉണ്ട്. നമ്മൾ സാധാരണ കൺവെൻഷൻ ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്ന y ഓഫ് ടി മൈനസ് ടി നോട്ട് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ഒക്കെ നമുക്ക് ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ അതുകൊണ്ട് ഓർത്ത് വെക്കുക. അതാണ് തന്നെ നോക്കിയേ, വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാതെ. y ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് e റൈസ് ടു മൈനസ് 3m ഇൻടു എക്സ് ഓഫ് ടി ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഇവിടെ y ഓഫ് ടിയും എക്സ് ഓഫ് ടി ആണ്. ഇവിടെ നമുക്ക് ടിക്ക് നമുക്ക് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ടൈമിന് നമ്മൾ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, സ്കെയിലിങ്ങോ റിവേഴ്സലോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പകരം എന്തായിരിക്കും വരിക? e റൈസ് ടു മൈനസ് 3m എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും വരിക? ഇയാൾ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും? ഇസ് എ ടൈം ഇൻവേരിയന്റ് എന്ന് പറയാൻ പറ്റും. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ, y ഓഫ് ടി ഈസ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് 3t ഇൻടു എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇവിടെ നമ്മൾ ടൈമിന് എന്ത് ചെയ്തിട്ടുണ്ട്? ടൈമിന് നമ്മൾ ഒരു ടൈമുമായിട്ട് വേരി ചെയ്യുന്ന അല്ലെ, അല്ലെങ്കിൽ ടൈമിനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഈ എന്ന് പറയുന്നത് അല്ലെ. e റൈസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ലെങ്കിൽ e റൈസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞ ടേം എന്ന് പറഞ്ഞിട്ട് ഡിപെൻഡ്സ് അപ്പോൺ ടൈം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഇസ് എ ടൈം വേരിയന്റ്. അങ്ങനെയാണ് നമ്മൾ ടൈം വേരിയന്റ് ഇൻവേരിയന്റ് എന്നുള്ള രീതി വെച്ച് നമ്മൾ പറയുന്നത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയേ, നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം നമുക്ക് കോസൽ ആണോ നോൺ കോസൽ ആണോ നോക്കാം. കോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? കോസൽ മീൻസ് കംപ്ലീറ്റ്ലി ഡിപെൻഡ്സ് അപ്പോൺ പാസ്റ്റ് ആൻഡ് പ്രസന്റ് അല്ലെ. നോൺ കോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്യൂച്ചറും വരും. ഇവിടെ നമ്മൾ നോക്കിയാൽ y ഓഫ് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എന്തായിരിക്കും വരിക? മൈനസ് 4 എക്സ് ഓഫ് ടോ ഡി ടോ. ദാറ്റ് ഈസ് ടിക്ക് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ നോക്കിയേ, ഇതെന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 1 ഡിപെൻഡ്സ് അപ്പോൺ എന്തായിരിക്കും വരിക? ലിമിറ്റ് എന്തായിരിക്കും വരിക? -4 ആണ്. -4 എന്ന് പറയുമ്പോഴത്തേക്ക് പാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കോസൽ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ മൈനസ് ടേം കൊടുക്കുമ്പോൾ y ഓഫ് -1 ഈസ് ഈക്വൽ ടു ഇതായിരിക്കും വരിക? മൈനസ് ഇൻഫിനിറ്റി ടു 4 ഓഫ് -4 ഇൻറ്റു മൈനസ് നമുക്ക് 4 കിട്ടും ഇത് എക്സ് ഓഫ് ടോ ഡി ടോ. അവിടെ നമുക്ക് പറയുമ്പോഴത്തായിരിക്കും വരിക ദ ഔട്ട്പുട്ട് അറ്റ് അല്ലെ ടൈം ടി ഈസ് ഈക്വൽ ടു -1 ഡിപെൻഡ്സ് അപ്പോൺ ദ ആരായിരിക്കും വരിക? ഫ്യൂച്ചർ ഇൻപുട്ട് അല്ലെ. ഡിപെൻഡ്സ് അപ്പോൺ ദ ടൈം അറ്റ് ഫ്യൂച്ചർ ഇൻപുട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇറ്റ്സ് എ നോൺ കോസൽ സിസ്റ്റം നമുക്ക് പറയാൻ പറ്റും. സോ അപ്പൊ ഈ കോസാലിറ്റി എന്ന് പറയുന്ന ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആരാണ് നോക്കണം? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നോൺ കോസൽ ആണെന്ന് മനസ്സിലാക്കി ടൈം വേരിയന്റ് ആണോ ഇൻവേരിയന്റ് ആണോ നോക്കുക. ഇവിടെ എന്തായിരിക്കും വരിക? ഈ ഫംഗ്ഷൻ നമുക്ക് ഒന്നുകൂടി എഴുതിക്കൂടെ? therefore y of t is equal to ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? therefore y of t is equal to x of എന്തായിരിക്കും ലിമിറ്റ് അപ്ലൈ ചെയ്യണം. x of -4t മൈനസ് x of -infinity എന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഈസ് എ ഇതായിരിക്കും വരിക സ്കെയിലിംഗ് നടന്നിട്ടുണ്ട് അല്ലെ. സ്കെയിലിംഗ് കൊണ്ട് അതിന്റെ കൂടുതൽ റിവേഴ്സൽ ഉണ്ട്. അങ്ങനെ നമ്മൾ ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ടൈമിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ ടൈം വേരിയന്റ് എന്ന് പറയാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കണം. നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. ആൻസർ കിട്ടുമായിരിക്കും, പക്ഷേ ഒരുപാട് സമയം നമ്മൾ അത് കൊണ്ടിരിക്കേണ്ടി വരും. സോ ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ ഷോർട്ട് കട്ട് മെത്തേഡ്സ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ടൈം വേരിയന്റ് ആണോ ഇൻവേരിയന്റ് ആണോ കണ്ടുപിടിക്കാനായിട്ട്, കോസാലിറ്റി കണ്ടുപിടിക്കാനായിട്ട്, അതേപോലെ തന്നെ വെർട്ടിബിൾ ആണോ ഇൻവെർട്ടിബിൾ ആണോ കണ്ടുപിടിക്കാനായിട്ട്, അതേപോലെ ലീനിയാരിറ്റി കണ്ടുപിടിക്കാനായിട്ട്, സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ കുറെ ടേംസ് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ടൈമിനുള്ളിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം 84th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ദ പ്രോഡക്റ്റ് ഓഫ് ഓഡ് സിഗ്നൽസിന്റെ ഈവൻ സിഗ്നലിന്റെ കോമ്പിനേഷൻ ആണ് ചോദിച്ചത്. അപ്പം നമ്മൾ പഠിക്കുക വയ്ക്കുക ഓഡ് ഇൻറ്റു ഓഡ് സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? അത് ഈവൻ ആയിരിക്കും. ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ആൾസോ ഈവൻ. ഓഡ് ഇൻറ്റു ഓഡ് എന്ന് പറയാം, സോറി ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ഓഡ് ആണ്. അപ്പൊ നോക്കിയേ, ദ പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് സിഗ്നൽസ് വിൽ ബി ഈവൻ സിഗ്നൽ. കറക്റ്റ് ആണ് അല്ലെ. അടുത്തത് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് സിഗ്നൽ വിൽ ബി എന്താ? ഓഡ് സിഗ്നൽ ആണോ? അല്ല, അത് ഈവൻ സിഗ്നൽ ആണ്. അപ്പൊ നമുക്ക് ചോദിച്ചത് നോട്ട് ട്രൂ ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. The product of two even signals will be even signal. Correct ആണ്. The product of an even and odd signal will be odd signal. അത് ഓർത്ത് വയ്ക്കുക, നമുക്ക് വേണ്ട റിസൾട്ട് ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, which one of the following system is memoryless? നമുക്ക് ഇവിടെ നമുക്ക് മെമ്മറിലെസ് ആരാന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ മെമ്മറിലെസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തില്ല? ഫോളോയിങ് സിസ്റ്റം ഇസ് മെമ്മറി. അതായത് അത് പ്രസന്റ് കണ്ടീഷനെ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? ഡിപ്പെൻഡ് ചെയ്തിരിക്കത്തുള്ളൂ. അപ്പോൾ അതായത് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഇതില്ല, എബിലിറ്റി ഇല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രസന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റ് ഉള്ളി. അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റൂ? നമുക്ക് മെമ്മറി എന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പം പ്രസന്റ് സ്റ്റേജ് ഉള്ള നമുക്ക് മെമ്മറി ലെസ് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഇപ്പൊ ഫ്യൂച്ചറും പാസ്റ്റും വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിംഗ് മെമ്മറി. നമുക്ക് ചോദിച്ചിരിക്കുന്നത് മെമ്മറി ലെസ് ആരാന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കി ഏതായിരിക്കും വരിക ആൻസർ? y of t is equal to the t into x of t അല്ലെ? y of t is equal to t into x of t into 5 into x cube of t. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരുന്നത്? ടൈം. ഓക്കെ, ഇത് പ്രസന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? y of 1 നമ്മളിവിടെ കൊടുത്താൽ x of t cube, അപ്പൊ x of 8. That means the y output at time t is equal to 1 depends upon the input at time t is equal to 8. That means the output depends upon future ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും it is having memory അല്ലെ? ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ വൈക്ക് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് 1 ഇൻറ്റു 5 പ്ലസ് 5 ഇൻറ്റു എക്സ് ഓഫ് എത്ര? 1 മൈനസ് 2 മൈനസ് 1. ദാറ്റ് മീൻസ് ദ ഔട്ട്പുട്ട് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 1 ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻപുട്ട് അറ്റ് പ്രസന്റും പാസ്റ്റും വരുന്നുണ്ട്. പ്രസന്റും പാസ്റ്റും വന്നാൽ ഇറ്റ് ഈസ് ഹാവിംഗ് മെമ്മറി എന്ന് പറയാൻ പറ്റും നമുക്ക്. അടുത്തത് ഇവിടെ എന്തായിരിക്കും വരിക? y ഓഫ് 1 ടിക്ക് 1 കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും വരിക? എക്സ് ഓഫ് 1 പ്ലസ് 7 ഇൻറ്റു എക്സ് ഓഫ് ടിക്ക് 1 2 കൊടുത്തു. എന്തായിരിക്കും വരിക? എക്സ് ഓഫ് 4. ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 2 ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്യൂച്ചർ. അപ്പൊ എന്തായിരിക്കും വരിക? ഇയാൾക്ക് മെമ്മറി ഉണ്ട്. അപ്പൊ മെമ്മറി ലെസ് വരുന്ന ആരായിരിക്കും വരിക? ഓപ്ഷൻ എ മാത്രമായിരിക്കും മെമ്മറി ലെസ് വരുന്നത്. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രസന്റ്. ഇതായിരിക്കും വരിക പ്രസന്റ് ഇൻപുട്സ് ഓൺലി നമുക്ക് പറയാൻ പറ്റും. മീൻസ് ഔട്ട്പുട്ട് അറ്റ് എനി ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻപുട്ട് അറ്റ് ദ പ്രസന്റ് ടൈം. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ നമ്പർ എക്ക് ഇറ്റ് ഈസ് എ മെമ്മറി ലെസ് സിസ്റ്റം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക. നമ്മൾ ഉള്ള ടൈമിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.